ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫെയിൽഡ് ആയേക്കാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ രാവിലെ എഴുന്നേറ്റ് ഡെയിലി ഓടുന്നു. അത് ഫസ്റ്റ് ദിവസം തന്നെ പാടി. കാരണം ഇന്നലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 4 മണി 4:30 റേഞ്ചായി. പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ പണിക്ക് പോക്ക് നടക്കില്ല. അപ്പം അത് കാരണം പിന്നെ ഇന്ന് തന്നെ ചാലഞ്ചിൽ ഫസ്റ്റ് ഡേ തന്നെ ഫെയിൽഡായി. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് ഫെയിലായാലും നാളെ നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ. നമ്മൾ സാധാ റൂട്ടീൻ പോലെ ചെയ്യും. നാളെ രാവിലെ എഴുന്നേറ്റ് ഓടും എന്ന് പറഞ്ഞാൽ ഓടിയിരിക്കും. അതിലൊരു മാറ്റവും വരാൻ പോകില്ല. നമ്മൾ ഈ പ്രാവശ്യത്തെ വീക്കിൽ 99 എന്തായാലും എത്തിയിരിക്കും. പിന്നെ ഇന്നത്തെ കളീനെ കുറിച്ച് പറയാനാണെങ്കിൽ ആസ് എ ബ്രസീൽ ഫാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അർജന്റീന തോറ്റിരിക്കുകയാണ്. 1-0 തോറ്റിരിക്കുന്നത്. അത് വളരെ സന്തോഷം. അത് അവരുടെ ഗോളി കാരനാണ്. ഇല്ലെങ്കിൽ എത്ര ഗോളായി കയറണത് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല. അവരുടെ ഗോൾ കിട്ടലായിട്ട് കളിച്ചു എന്നല്ല, പിന്നെ അവർക്ക് ഒരെണ്ണം കിട്ടിയുണ്ട്. അർജന്റീന ഫോമിലാവില്ല. ഇതെന്താ സംഭവം എനിക്ക് പിടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടണം അർജന്റീനയ്ക്ക്. അപ്പോൾ അടിക്കാനുള്ള ടൈം കിട്ടുള്ളൂ. എന്താ പറയുക, അടിക്കാനുള്ള ഇത് വരുള്ളൂ. അതുവരെ ഡിഫൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മെയിനായിട്ട് ഇന്നലെ കുറേ ട്രൈ സ്പെയിൻ്റെ വക ഉണ്ടായിരുന്നു. ഗോളി അടിപൊളിയായിട്ട് സേവ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഗോൾസ് കയറായിരുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ല സ്കോറിൽ തോറ്റന്നെ. ഇതിപ്പോൾ പിന്നെ ആ ഒരു നാണക്കേടില്ല. ഒന്നാമത് ഷോർട്ട് ഓൺ ടാർഗറ്റ് എനിക്ക് തോന്നുന്നു കണ്ടവർക്ക് അറിയാം. ആകെ 2 വന്നു. അതും അവധി 90 മിനിറ്റിലൊന്നും 0 ആണ്. ഷോർട്ട് ഓൺ ടാർഗറ്റ് ഇല്ല. മറ്റേ എന്താ പറയുക, ഗോൾ ട്രൈ ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഗോൾ ട്രൈ എന്ന് പറയാൻ തന്നെ ഡിഫൻസിന് അവിടെ എത്തും. അവരുടെ സ്പെയിൻ്റെ ഡിഫൻസ് തടഞ്ഞിട്ടിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഏകപക്ഷീയ കളിയായിരുന്നു ഇന്നത്തെ ഫൈനലിൽ. സ്പെയിൻ മാത്രമാണ് കൂടുതലും. അവരുടെ കയ്യിലായിരുന്നു ബോള്, അവരുടെ കയ്യിലായിരുന്നു അറ്റാക്കിങ്, അവരുടെ നല്ല ഡിഫൻസ്. മൊത്തത്തിൽ എന്താ പറയുക, സ്പെയിൻ ഇന്നലെ 6 അടി കൊണ്ടാണ് അർജന്റീന തോൽപ്പിച്ചത്. വെൽ ഡിസേർവിങ് തന്നെയാണ് സ്പെയിൻ. കാരണം സ്പെയിൻ ഫ്രാൻസിനെ ഇതേപോലെ തന്നെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അർജന്റീനയെ അതേ ലീഗിൽ തന്നെയാണ് പിടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദേ ഡിസേർവ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ അവർക്കെതിരെ ഒരു ഗോൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കളിയിലും 0 ഗോൾസാണ്. സോ എങ്ങനെ നോക്കിയാലും അവർ തന്നെയാണ് വെൽ ഡിസേർവ് ആയിട്ടുള്ള ഒരു ടീം. എൻ്റെ എന്താ പറയുക, സ്പെയിന് ഇപ്രാവശ്യം അടിപൊളിയാക്കി. ഇപ്രാവശ്യത്തെ കപ്പ് സ്പെയിൻ കൊണ്ടുപോയി. എൻ്റെ ആസ് എ ബ്രസീൽ ഫാൻ ഞാനും ഹാപ്പിയാണ്. കാരണം അർജന്റീന കപ്പെടുത്ത് കഴിഞ്ഞ് ഇനിയുള്ള 4 വർഷം അത്ര സുഖകരമായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത വേൾഡ് കപ്പും തുടക്കം തൊട്ട് ഇത് കേൾക്കും വേണം, ഞങ്ങൾ കപ്പടിച്ച ടീമാണ്, ചാമ്പ്യൻസ് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ ആ ശല്യമില്ല. സ്പെയിൻ്റെ അല്ലോ വലിയ സ്പെയിൻ, നമ്മുടെ കേരളത്തിൽ സ്പെയിൻ ഫാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അധികം ആൾക്കാരില്ല. 1-2 പേരാണ്ടേ ഉള്ളൂ. അത് കാരണം നമ്മുടെ വെക്കട്ട് കയറാനും നമ്മൾ ചീത്ത വിളിക്കാൻ അധികമായിട്ട് വരാറുമില്ല, കളിയാക്കാറുമില്ല. അപ്പോൾ പിന്നെ സ്പെയിൻ ജയിക്കണേൽ നമുക്ക് വലിയ വിഷമമില്ല. പക്ഷെ അർജന്റീനയൊക്കെ ജയിച്ച ഇഷ്ടംപോലെ ആൾക്കാരാ. അർജന്റീനക്കാരൊക്കെ കൂടിയിട്ട് എന്താ പറയുക, മറ്റേ തേനീച്ചയ്ക്ക് കല്ലെറിയണ പോലെ എല്ലാം കൂടി ഒറ്റയടിക്ക് വന്നിട്ട് അതൊക്കെ. എന്തായാലും അതങ്ങനെ സംഭവിച്ചു. എൻ്റെ കളിയുടെ ക്ഷീണം എന്ന് തന്നെ പറയും. കാരണം ഇന്നലെ വന്നു കിടന്നു ഉറങ്ങി, പിന്നെ എഴുന്നേൽക്കുന്നത് തന്നെ 8 മണിക്കാണ്. അപ്പോൾ എല്ലാം തീർത്തിട്ടാണ് ഒന്നുകൂടി ഇന്ന് പറയണത് കളീനെ കുറിച്ചിട്ട്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് ഫെയിൽഡായി. നാളെ തൊട്ട് നമ്മുടെ റൂട്ടീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും